വെൽക്കം ടു റിച്ച് ടോക്സ്. എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് ഫ്രൈഡേ? നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇപ്പം ജസ്റ്റിന്റെ വീഡിയോ കുറച്ച് പേരെ കാണുന്നുള്ളൂ. കാണുന്നവർക്ക് മനസ്സിലായി ഉണ്ടാവും. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണോ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്താണോ നമ്മൾ അനാലിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എക്സാക്ട് ആ ഒരു മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റി തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് 15 മിനിറ്റ്സ്, അതായത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിഫ്റ്റിയുടെ ഇത് മുകളിലോട്ട് തന്നെ ആയിരിക്കും, നിഫ്റ്റിയുടെ ഓൾ ഓവർ ട്രെൻഡ് മുകളിലോട്ട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് നോക്ക്, നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇത് ഈ ഒരു ഏരിയ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്നു. ഈ ഒരു ഏരിയ ഓക്കെ. നിഫ്റ്റി ലാസ്റ്റ് 2 വട്ടം മുകളിലോട്ട് കയറിയിട്ട് താഴോട്ട് വരുമ്പോഴും ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. പല വട്ടം വരുമ്പോഴും ഇവിടെ ആയിരുന്നു നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു നിഫ്റ്റിക്ക് പലവട്ടവും അല്ലെ. അത് നമ്മുടെ ഏകദേശം ഒരു 9th മെയ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറിയോടുകൂടി അത് നിഫ്റ്റിക്ക് ഒരു മേജർ സപ്പോർട്ടായിട്ട് വീണ്ടും നിഫ്റ്റിക്ക് ആക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടായിട്ട് നിഫ്റ്റി ഇതാണ് 3 വട്ടം വന്ന് ആക്ട് ചെയ്തത്. അപ്പം ഇതൊരു 2-3 വട്ടമായിട്ട് മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അപ്പം ഇത് അപ്പൊ ഇനി മുതൽ തന്നെ നിഫ്റ്റി ഒന്ന് താഴോട്ട് വരികയാണെങ്കിൽ തന്നെ ഇവിടുന്ന് നിഫ്റ്റി ഇനിയും പുൾ ബാക്ക് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴോട്ടുള്ള ട്രേഡ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് നമ്മുടെ മെയിൻ വ്യൂ ആസ് പെർ പ്രൈസ് ആക്ഷൻ. അതാണ് നിഫ്റ്റിയുടെ മെയിൻ വ്യൂ. ഇത് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടായി, ഒരുപാട് വട്ടമായി നിഫ്റ്റിയുടെ സപ്പോർട്ട് എടുക്കുന്നു. ഇപ്പൊ നിഫ്റ്റിയുടെ ഇവിടെ മുതൽ ഇവിടം വരെ ഓക്കെ 24,300 വരെ നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട് ഉണ്ട്. കഴിഞ്ഞ 2 വട്ടം ഇവിടെ 500 സപ്പോർട്ട് എടുത്ത് പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോൺ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം, അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം ഓക്കെ. ജസ്റ്റ് നമുക്ക് ഇനി നേരെ മൺഡേയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ മന്ത്ലി ടൈം ഫ്രെയിം അനാലിസിസിൽ പോയി കഴിഞ്ഞാൽ മന്ത്ലിയിൽ നിഫ്റ്റി ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ ലാസ്റ്റ് മന്തിന്റെ ഒരുപാട് മുകളിൽ പോയി. ഏകദേശം 300-400 പോയിന്റ്സ് മുകളിലോട്ട് ഓൾറെഡി നിഫ്റ്റി പോയിട്ടുണ്ട്. അപ്പൊ മന്ത്ലി നമ്മൾ ആദ്യം മുതലേ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, മന്ത്ലി നമ്മൾ ബുള്ളിഷ് ആണെന്ന് തന്നെ ആദ്യം പറഞ്ഞിട്ടിരുന്നത് അല്ലെ. നമ്മുടെ വീഡിയോസിൽ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്ലി നമ്മൾ സ്റ്റിൽ ബുള്ളിഷ് ആണ്. വീക്ക്ലിയിൽ അല്ലെങ്കിൽ ഡെയിലിയിലാണ് ചെറിയായിട്ട് ഒരു പുൾ ബാക്ക് കാണുന്നത്. പക്ഷെ മന്ത്ലി നമ്മൾ ബുള്ളിഷ് ആണ്. നമ്മൾ സ്റ്റിൽ മന്ത്ലി ബുള്ളിഷ് ആണ്. ഇനി 1 വീക്ക് കൂടെ ബാക്കി കൂടെ ബാലൻസ് ഉള്ളൂ. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് നോക്കുമ്പോൾ ആ ഒരു വീക്ക് നിഫ്റ്റി ഇത് കൂടെ കംപ്ലീറ്റ് ആയി ഈ മന്ത്ലി ഇവിടെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യും എന്നൊരു വ്യൂ ഉണ്ട് നമുക്ക്. സ്റ്റിൽ നിഫ്റ്റി ബുള്ളിഷ് ആണ്. വീക്കിലി നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീക്കിലി പറയാനായിട്ടില്ല. വീക്കിലി ഏകദേശം പകുതിയോളം നിഫ്റ്റി താഴെയായിരുന്നു. നമ്മൾ പറയാനായിട്ടില്ല, ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് കണ്ടോ. വീക്കിലിയിൽ നിഫ്റ്റി ഒരു ഹാമർ ആയിട്ട് മാറി അല്ലെ. നിഫ്റ്റി താഴോട്ട് പോയ നിഫ്റ്റി ഒരു സ്ട്രോങ് പുൾ ബാക്ക് എടുത്ത് മുകളിലോട്ട് കയറി വന്നു. അപ്പം വീക്കിലിയിൽ നമ്മുടെ ഒരു വ്യൂ ഏകദേശം നമുക്ക് കിട്ടി. വീക്കിലിയിൽ ഇതാണ് നമ്മുടെ വ്യൂ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഡെയിലിയിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് വരുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഡിസംബർ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല സ്റ്റിൽ നിഫ്റ്റി. അപ്പൊ നമുക്ക് ഡിസംബർ ഹൈ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഓക്കെ. ഡിസംബർ ഹൈ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഡിസംബർ ഹൈ നമുക്ക് ഇപ്പം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പം അതിന് മുകളിൽ നിഫ്റ്റി പോകുന്നതോടുകൂടി ഓക്കെ. അപ്പൊ ഡിസംബർ ഹൈ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് നമ്മുടെ ഓൾ ടൈം ഹൈ അല്ല, ഈ മന്തിൽ നമ്മൾ എത്തിയ ഹൈ ഓക്കെ 25 ഈ ഒരു ഏരിയ ഓക്കെ. ഇത് നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് മുന്നോട്ട് പോവാം ഓക്കെ. അപ്പം ഈ 2 സോൺ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആസ് എ ഇൻട്രാഡേ ട്രേഡോ നമുക്ക് ഇതിന് ഉള്ളിലായിരിക്കും നമുക്ക് ഒരു ട്രേഡ് ഉണ്ടാവുക. താഴോട്ട് പോവാണെങ്കിൽ താഴോട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ ഇപ്പൊ ലാസ്റ്റ് വീക്കും ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു ഏരിയ വീക്ക് കൺസിഡർ ചെയ്യേണ്ട. ഇത് നമ്മുടെ മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും 24,750 ഈ ഒരു ഏരിയ ഓക്കെ. ഇത് നമ്മുടെ മേജർ 600 ഓക്കെ. ഇത് നമ്മുടെ ഒരു മേജർ ഏരിയ ഇതായിട്ട് ആക്ട് ചെയ്യും. ഇനി 1 അവറിലോട്ട് പോകുമ്പോൾ നമുക്ക് വ്യൂ കിട്ടും ഓക്കെ. കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിയേക്കാം ഓക്കെ. ഇത് നമുക്കൊരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ വ്യൂ എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ആയിരിക്കട്ടെ ഓക്കെ.
അപ്പം നമ്മുടെ വ്യൂ എന്താന്ന് വെച്ചാൽ മൺഡേയിലെ നമ്മുടെ വ്യൂ നിഫ്റ്റി മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് ട്രേഡ് വരുന്നത് ഇതിന്റെ മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, അതായത് ഇത് നമ്മൾ നോ ട്രേഡിംഗ് സോണായിട്ട് ആക്ട് ചെയ്യും. നിഫ്റ്റി ഇതിന്റെ മുകളിലോട്ട്, അതായത് മൺഡേ ട്രേഡ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നിഫ്റ്റി ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് നമുക്കൊരു അപ്പ് മൂവ്മെന്റ്, ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കാണുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി ചെയ്യാം. ഇതിന്റെ താഴെ അല്ലെങ്കിൽ ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് നോക്കാം. മുകളിലോട്ട് നമുക്ക് 2570. ഓക്കെ, 2570, 6570. ഓക്കെ, ഈ ഒരു ഏരിയ 2500, 2570 വാട്ടർ, ഇത് നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട്, ഞാൻ എപ്പോഴും എന്റെ എന്താണോ എന്റെ പോയിന്റ്, എന്റെ എൻട്രിയുടെ പോയിന്റ്, അതിന്റെ ഒരു 30-20 പോയിന്റ്, എക്സിറ്റ് പോയിന്റ് 20 പോയിന്റ് മുന്നേ ഞാൻ എക്സിറ്റ് ആവാറുണ്ട്. അത് എപ്പോഴും നമ്മൾ ഹെൽപ്പ് ആവാറുണ്ട്. കാരണം നമ്മുടെ എക്സിറ്റ് നമ്മുടെ ടാർഗറ്റിന്റെ എപ്പോഴും ഒരു 10 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റ് മുന്നേ ഒക്കെ നമ്മൾ എക്സിറ്റ് ആകുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ നല്ലൊരു പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, നമ്മൾ ടാർഗറ്റ് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു $100 അല്ലെങ്കിൽ $200 മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ഏരിയക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ, ആ ഒരു ചെറിയൊരു എമൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ, നമ്മൾ അവിടുന്ന് എക്സിറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു വലിയ പ്രോഫിറ്റ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സേവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെറിയ ഒരു ലാസ്റ്റ് ഇനി നമ്മൾ ടാർഗറ്റ് തൊട്ടിട്ടേ ഇറങ്ങുള്ളൂ എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി നമുക്ക് എപ്പോഴും നമുക്കത് ഇത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ ലാസ്റ്റ് മൂവ്മെന്റ് തന്നെ ഈ വീക്ക് ഉണ്ടോ, ഈ വീക്കിന് മുന്നേ ഞാൻ എക്സിറ്റ് ആയിരുന്നു. ഓക്കെ, ഈ വീക്കിന് മുന്നേ ഞാൻ എക്സിറ്റ് ആയിരുന്നു, ഈ ഒരു മൂവ്മെന്റിൽ എക്സിറ്റ് ആയിരുന്നു. കാരണം ഈ മൂവ്മെന്റിൽ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പുള്ളിൽ തന്നെ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നെങ്കിൽ അടുത്തത് പുൾ ബാക്ക് ചെയ്യും, അപ്പൊ നമ്മൾ പാനിക് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്നൊക്കെ എക്സിറ്റ് ആവും, അല്ലെങ്കിൽ ഇവിടുന്നൊക്കെ എക്സിറ്റ് ആവും. അത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു വീക്കായിട്ട് മാറും. അത് നമുക്ക് അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്തിരുന്ന നമ്മുടെ ഒരു പ്രോഫിറ്റ് നമുക്ക് നഷ്ടപ്പെടാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ നാളെ ഇതിന്റെ ഉള്ളിൽ നമുക്കൊരു നോ ട്രേഡിംഗ് സോൺ ആയിട്ടും, ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആയിട്ട് എടുക്കാം. നമുക്ക് നോ ട്രേഡിംഗ് സോൺ, ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ആയിരിക്കും, വാട്ടവർ. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യണം. ഇവിടെ സപ്പോർട്ട് ഉണ്ടോ എന്ന് ഒരു പുൾ ബാക്ക് മാർക്കറ്റ് ചെയ്യും, എന്നിട്ടേ മാർക്കറ്റ് പോകുള്ളൂ. അതല്ല മാർക്കറ്റ് പറന്ന് കയറി പോകണമെങ്കിൽ പോയിക്കോട്ടെ, ഡോണ്ട് ചേസ് ദ മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റ് എപ്പോൾ പുൾ ബാക്ക് എടുക്കുന്നോ അപ്പം അതിന്റെ ലോ എന്ന് മാർക്ക് ചെയ്ത് വെക്കുക, അവിടെ എൻട്രി കൊടുക്കുക. ആ ലോ ബ്രേക്ക് ചെയ്താൽ എക്സിറ്റ് ആവുക. ആ ഒരു സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 40 to 50, 60, 70% നമുക്ക് പ്രോഫിറ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. താഴോട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. താഴോട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് താഴോട്ട് പോയിട്ട് പുൾ ബാക്ക് എടുക്കുമെന്ന് നോക്കുക. എടുത്തിട്ട് ഇവിടുന്ന് പിന്നെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വരുന്നത് നോക്കുക. എന്നിട്ട് മാത്രം ഈ ചെറിയ ടാർഗറ്റിൽ താഴോട്ട് ട്രേഡ് ചെയ്യുക. അതും വലിയ ടാർഗറ്റ് ട്രേഡ് ചെയ്യരുത്. ഇവിടുന്ന് പിന്നെ നിഫ്റ്റി സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 24,600, 650 എക്സിറ്റ് ആവാൻ നോക്കുക. ഓക്കെ, നിഫ്റ്റി എപ്പോഴും മുകളിലോട്ട് പോകാനായിരിക്കും ചാൻസ് ഏറ്റവും കൂടുതൽ. അപ്പൊ നമ്മുടെ ക്ലിയർ ഒരു വ്യൂ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു റെക്കമെൻഡേഷൻ ഒന്നും അല്ല. എന്റെ വ്യൂ ജസ്റ്റ് എന്റെ അനാലിസിസ് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് തന്നെ എനിക്കും നല്ല യൂസ്ഫുൾ ആണ്. കാരണം ഞാൻ എന്ത് ആണോ എന്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അത് തന്നെയാണ് ഞാൻ എന്റെ ഓൺ ലൈവ് ട്രേഡിങ്ങിലും ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം നിഫ്റ്റിയുടെ വ്യൂ ഇതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെക്കാട്ടി നല്ലൊരു വ്യൂ ആണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. ബാങ്ക് നിഫ്റ്റി പ്രോപ്പർ ട്രേഡ് ആയിരുന്നു. ഓക്കെ, ഞാൻ ഈ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് ചെയ്തു. ഈ ക്യാൻഡിൽ ഞാൻ വെയിറ്റ് ചെയ്തു, സപ്പോർട്ട് എടുക്കുന്നുണ്ടോ. ഈ ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തു. ഞാൻ ഇവിടുന്ന് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്തു. ഫുൾ ഒരു മൊമെന്റം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൊമെന്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി കണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി വെരി ഗുഡ് ട്രേഡ് ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് മന്ത്ലിയിലോട്ട് പോവാം. നമുക്ക് ഇതെല്ലാം ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് റിമൂവ് ഓൾ, അതിന് മന്ത്ലിയിലോട്ട് നമുക്ക് പോവാം. മന്ത്ലി ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു അപ് ട്രെൻഡിലായിരുന്നു. എനിക്ക് തോന്നുന്നു ദിസ് മന്ത് അല്ലെങ്കിൽ അപ്കമിങ് മന്ത് ബാങ്ക് നിഫ്റ്റി ന്യൂ ഹൈയും കൂടെ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിഫ്റ്റിയെക്കാട്ട് നല്ലൊരു വ്യൂ ആണ് ഓൾറെഡി ബാങ്ക് നിഫ്റ്റിക്ക് വീക്കിലി ഉള്ളത്. വീക്കിലി വെരി ഗുഡ് ഒരു മൂവ്മെന്റ് ആണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. ഡെയിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ചാനലിന് ബാങ്ക് നിഫ്റ്റി വളരെ സൂപ്പറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഈ ഒരു ചാനൽ അപ്പൊ ഇത് നമുക്കൊരു മെയിൻ ഒരു സോണായിട്ടാണ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു ചാനൽ അപ്പൊ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്യുവർ പ്രൈസ് ആക്ഷൻ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ബാങ്ക് നിഫ്റ്റി
നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റി ഈ ഒരു ചാനലിലാണ് കളിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു കണ്ടോ, ഇങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. വളരെ സൂപ്പറായിട്ട് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റി ഓൾറെഡി PSU ബാങ്ക്സ്, പ്രൈവറ്റ് ബാങ്ക്സ് എല്ലാം വളരെ നല്ല നല്ല ഒരു മൊമെന്റം ട്രേഡാണ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് അതൊക്കെ ഒരു സപ്പോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിക്ക് സിമ്പിളാണ്, നമുക്ക് ഓവറായിട്ട് നമുക്ക് തല പുകയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി സിമ്പിളായിട്ട് നമുക്ക് പറയാം. ബാങ്ക് നിഫ്റ്റി തിങ്കളാഴ്ച, അതായത് മൺഡേ ബാങ്ക് നിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം 25,650. അത് കഴിഞ്ഞിട്ട് 25,650, 55,950 ഈ ഒരു ടാർഗറ്റ് നമുക്ക് മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റിയിൽ തീർച്ചയായിട്ടും കാണാൻ കഴിയും. ബാങ്ക് നിഫ്റ്റി ഇതിന്റെ താഴോട്ട് ഒരു അത്യാവശ്യം 300 പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന് താഴോട്ട് നമ്മൾ ഇതിപ്പം ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. ഇവിടുന്ന് ആളെ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇവിടം വരെ വരും എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാം. ബട്ട് നെഗറ്റീവ് ട്രേഡ് ചെയ്യുന്നതിനെക്കാട്ടി എപ്പോഴും നല്ലത് പോസിറ്റീവ് ട്രേഡ് ചെയ്യുന്നതായിരിക്കും. മീൻസ് ട്രെൻഡ് അപ്പാണ്, ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയുടെയും മൂവ്മെന്റ് നമ്മൾ ഇത് തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത മാതിരി. ഇവിടുന്ന് ഇതിന്റെ മോൾ സസ്റ്റെയിൻ തന്നെയാണ്. തീർച്ചയായും ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോകും. കാരണം ബാങ്ക് നിഫ്റ്റി വളരെ സ്ട്രോങ് ആണ്. നിഫ്റ്റിയെ കാട്ടി ബുള്ളിഷ് മൊമെന്റത്തിൽ നിൽക്കുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.